Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ പറയുന്ന മാതിരി സാൾട്ട് മാംഗോ ട്രീ ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഉപ്പുമാവ് വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു കുറേ ബേസിക് ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇന്ന് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. എല്ലാവരുടെയും ഫേവറേറ്റ് ആണോ? എന്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹരി രാവിലെ മ്യൂസിലി കഴിച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ കഴിയാറായി, കുറച്ചുകൂടെ വാങ്ങണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഞാൻ ലാസ്റ്റാണ് നെയ്യ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെളിച്ചെണ്ണയിൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തീയ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂട്ടും, ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. വെറും 1/2 കപ്പിലാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് പെറുക്കി കളയാനുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള ഉഴുന്നായാലും വിരോധമില്ല. ഇപ്പോൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ വരും കേട്ടോ. ഇത്ര മതി. ഇതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളകും ഇഞ്ചി ഒന്ന് മൊരിയട്ടെ. ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ കളറ് മാറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇറക്കിയതേ ഉള്ളൂ. വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഞാൻ എല്ലാം കേട്ടോ. പച്ചമുളക് മാത്രമേ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ പൊടിയായിട്ട് അരിഞ്ഞാണ്. അപ്പോൾ സവാളയും ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് ഇളക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം പോയിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. കളറൊന്നും മാറാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള ഉപ്പ്, ഇത്തിരി കൂടിപ്പോയി, 4 ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒരു നുള്ള ഉപ്പാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കയ്യിൽ നിന്ന് പെട്ടെന്ന് വീണുപോയി. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് റവയും വെള്ളവും ഒക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ്, കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ തന്നെ ആവും. ഒരു 2-3 മിനിറ്റിൽ എൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് റവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അളവാണ് ഞാൻ കാണിക്കുന്നത്, ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ പല ഫ്ലേവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനത് ഓരോ റെസിപ്പിയായിട്ട് സെപ്പറേറ്റ് റെസിപ്പിയായിട്ട് കാണിച്ചു തരാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഉഴുന്ന പരിപ്പിൻ്റെ കൂടെ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി കുറച്ച് കാഷ്യൂനട്ടോ നിലക്കടലയോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഉപ്മാവ്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നിലക്കടല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ആ പാനിൽ ഒന്നുകൂടെ ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് റവയ്ക്ക് ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആദ്യം ഒന്ന് വെക്കാം, ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും തന്നെ ഇതൊന്ന് ആയിക്കോളും. കുറച്ചുകൂടെ ഉപ്പ്, നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം വീണ് പോയിട്ടുണ്ടെങ്കിലും ഒരു നുള്ളൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ അതാ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കണ്ടോ? അതാ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാറുണ്ട്. വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്മാവും ചട്നിയും തമ്മിലുള്ള കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളത്. മിക്കപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് പാലക്കാട്, തമിഴ്നാട് ഭാഗങ്ങളിലാണ് ഇങ്ങനെ ഉപ്മാവും ചട്നിയും ഒരു കോംബോ ഉള്ളതായിട്ട് കണ്ടിരിക്കുന്നത്. ഹരിക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഉപ്മാവിൻ്റെ ഒപ്പം ചട്നി കൂടെ സെർവ് ചെയ്ത സമയത്ത്. ഇപ്പോഴും കഴിക്കില്ല കേട്ടോ. ഉപ്മാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പഴവും പഞ്ചസാര കൂട്ടിയിട്ടേ ഹരി കഴിക്കാറുള്ളൂ. ചട്നി ഇഷ്ടമേ അല്ല ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചട്നി കൂട്ടിയിട്ട് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, അല്ലെങ്കിൽ പാലക്കാട്, തമിഴ്നാട് ഭാഗങ്ങളിൽ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ പഴമോ കൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് വീണ്ടും പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബൈ ബൈ.